പാലക്കാട്ടേക്കൊന്ന് പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ശക്തമായ മഴയിൽ പാലക്കാട് ജില്ലയിൽ വ്യാപക നാശനഷ്ടമെന്ന വാർത്ത. ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലത്തിന് സമീപം മണ്ണിടിഞ്ഞതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. ഒറ്റപ്പാലം നഗരത്തിൽ വൻ ഗതാഗത കുരുക്ക്. ശക്തമായ കാറ്റിൽ മരം വീണ് അട്ടപ്പാടിയിൽ നിരവധി സ്ഥലങ്ങളിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പാലക്കാട് പടലിക്കാട് മഴയിൽ വീട് തകർന്നു. ഇക്ബാൽ അറക്കൽ ചേരുന്നു വിവരങ്ങളുമായി. ഇക്ബാൽ, പടലിക്കാടാണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഒരു വീട് തകർന്നിട്ടുണ്ടല്ലേ? പാലക്കാട് ജില്ലയിൽ മൊത്തത്തിൽ എടുത്താൽ മഴക്കെടുതി ഇന്ന് രൂക്ഷമായിരുന്നു എന്ന് തന്നെ പറയാമല്ലേ? എവിടെയൊക്കെ എന്തൊക്കെ സംഭവിച്ചു ഇക്ബാൽ? രോഷ്നി, അതായത് പാലക്കാട് ജില്ലയിൽ ഇന്ന് മഴ ശക്തമായിരുന്നു. കാറ്റിലും അതുപോലെ തന്നെ മഴയിലുമാണ് പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇന്ന് പാലക്കാട് സംഭവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഒറ്റപ്പാലത്തേതാണ്. ഒറ്റപ്പാലം കിഴക്കേത്തോട് പാലം ഇപ്പോൾ വളരെ അപകടാവസ്ഥയിലായിരിക്കുകയാണ്. ഈ പാലത്തിന് സമീപം മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്നാണ് പാലത്തിൻ്റെ സ്ഥിതി വളരെ മോശമായിരിക്കുന്നത്. ഇതിലൂടെ ഗതാഗതം ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ കിഴക്കേത്തോട് പാലം വഴിയുള്ള ഗതാഗതം ഇപ്പോൾ നിയന്ത്രിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ പാലക്കാട് ഒറ്റപ്പാലത്ത് വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ അട്ടപ്പാടിയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ മരം വീണ് പല വീടുകൾ തകർന്നിട്ടുണ്ട്. പാറ ഉരുണ്ട് വന്ന് വീണ് പല വീടുകളും അബ്ബണ്ണൂർ മേഖലയിൽ ഉൾപ്പെടെ തകർന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് കൊട്ടേക്കാടിന് സമീപം പടലിക്കാടാണ്. ഇവിടെ ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. പുലർച്ചെ ശക്തമായ മഴയാണ് ഈ കൊട്ടേക്കാട് മലമ്പുഴ മേഖലകളിലെല്ലാം പെയ്തിരുന്നത്. ഈ ശക്തമായ മഴയിലാണ് പടലിക്കാട് സ്വദേശികളായിട്ടുള്ള അജയൻ്റെയും ചെന്താമരയും താമസിക്കുന്ന ഈ വീട് തകർന്നു വീഴുന്നത്. ഈ അപകടം നടക്കുന്ന സമയത്ത് അജയൻ്റെയും ചെന്താമരയുടെയും കുടുംബം ഈ വീടിനകത്താണ് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ടാണ് ഈ രണ്ട് കുടുംബങ്ങളും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. ആ സമയം ആകുമ്പോഴേക്കും ഈ വീട് പൂർണ്ണമായും വീഴുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറുകയായിരുന്നു. വീടിൻ്റെ മുൻവശമാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് വിനൂസി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ മുൻവശം മാത്രമാണ് ഇപ്പോൾ അടർന്നു നിൽക്കുന്നത്. ബാക്കിയുള്ള മേൽക്കൂരിയും അതുപോലെ തന്നെ പിൻവശവും എല്ലാം ഇപ്പോൾ പൂർണ്ണമായും നിലംപതിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചതെന്നാണ് ഇപ്പോൾ അജയനും ചെന്താമരയും പറയുന്നത്. അജയൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. 1 മണിയോട് കൂടിയായിരുന്നു അല്ലേ? അതെ സാർ, ഞങ്ങൾ പുലർച്ചെ 1 മണിയോടെ ഒരു ശബ്ദം കേട്ടു. അപ്പോൾ ഞങ്ങളിവിടെ കിടക്കുകയായിരുന്നു. അപ്പോൾ ചെറിയൊരു കല്ല് വീണു. ഞങ്ങൾ വേഗം ഷെഡിലേക്ക് മാറുകയായിരുന്നു. അപ്പോഴേക്കും ഇത് മൊത്തം വീണു. ഒരുപാട് പേരുണ്ടായിരുന്നു വീടിനകത്തുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ 2 പേര്, 2 ഫാമിലിയാണ്. 3 ഫാമിലി ആയിരുന്നു. അതിൽ വല്യച്ഛൻ്റെ മകൻ, ഭാര്യ, അവരുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ അവർ വിരുന്ന് പോയി. അപ്പോൾ ഇവിടെ കുട്ടികളില്ല, അവരുമില്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഞാനും ഭാര്യയും മക്കളും ഏട്ടനും. നല്ല മഴ നല്ല മഴ. രോഷ്നി, ഈ ശക്തമായ മഴയായിരുന്നു പുലർച്ച മുതൽ പാലക്കാട് ഉണ്ടായിരുന്നത്. ശക്തമായ മഴയിലാണ് 1 മണിയോട് കൂടി വീട് മാറിയിരിക്കുന്നല്ലോ. അവരിനി എന്താണ് ചെയ്യുക? ചോദിക്കൂ രോഷ്നി. അതായത് ഇപ്പോൾ ഈ വീടിന് തൊട്ട് പിറകിലായി ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി അവർ ഒരു ഷെഡ് നിർമ്മിച്ചിരുന്നു. 2 പേർക്ക് പോലും നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് ആ ഷെഡ് ഉള്ളത്. ഇപ്പോൾ ആ ഷെഡിലേക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ ഷീറ്റ് കൊണ്ട് മറച്ച് ആ ഭാഗങ്ങളിലേക്കാണ് ഇപ്പോൾ അവർ മാറിയിരിക്കുന്നത്. 2 കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടാണ് ഇത്തരത്തിൽ ശക്തമായ മഴയിൽ പൂർണ്ണമായും നിലംപൊത്തിയ ഒരു അവസ്ഥയിലുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഈ കാണുന്ന ഷെഡിനകത്തേക്കാണ് ഇപ്പോൾ കുടുംബങ്ങൾ 2 കുടുംബങ്ങളും ഇപ്പോൾ താമസം മാറിയിരിക്കുന്നത്. ശക്തമായ മഴയിലാണ് ഇവരുടെ വീട്, അവർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു വീട് നിലം പൊത്തിയത്. ഈ ഷെഡും വലിയ രീതിയിൽ സുരക്ഷിതമായിട്ടുള്ളൊരു ഭാഗമല്ല. പക്ഷേ അവർക്ക് ഇത് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ ഭാഗത്തേക്ക് അവർ തൽക്കാലം താമസം മാറിയിരിക്കുകയാണ്. ഏതായാലും ഉടൻ തന്നെ ഇതിന് ഒരു നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥലത്തെ പ്രതിനിധികൾ അറിയിക്കുന്നത്. ഏതായാലും ഇവിടുത്തെ ജനപ്രതിനിധി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ഷെഡ് അടക്കം ഇപ്പോൾ വലിയ രീതിയിൽ അപകടാവസ്ഥയിലാണ്. ഈ 2 കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത്. ഇവരെ ഇനി എങ്ങോട്ട് മാറ്റാനാണ് തീരുമാനം? ഇവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് ഇനി എന്താ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ മേഖലയിൽ വേറെ ഏതെങ്കിലും കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ വീടുകൾക്ക് ഇത്തരത്തിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുപോലെ സംഭവിച്ചിട്ടില്ല. വീട്ടിൽ മാത്രം നേരത്തെ കഴിഞ്ഞ വർഷമാണ് ഇതുപോലെ ഉണ്ടായിരുന്നത്. പ്രാവശ്യം ഇല്ല. ഇവരെയാണ് ഈ സ്ഥലത്തെ ജനപ്രതിനിധിയാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ 2 കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലത്തേക്ക് അവരെ മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിൽ മറ്റുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും ആരംഭിച്ചിട്ടില്ല. പക്ഷേ വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അട്ടപ്പാടി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവിടെ അബ്ബണ്ണൂർ മേഖലയിൽ പാറ ഉരുണ്ട് വന്ന് വീണ് പ്രദേശവാസിയുടെ വീട് തകർന്ന് 3 പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നെല്ലിയാമ്പതിയിലും അട്ടപ്പാടിയിലും അതുപോലെ തന്നെ തിരുവേഗപ്പുരയിലുമെല്ലാം അവിടെ ഈ ശക്തമായ കാറ്റിലും മഴയിലും വൈദ്യുതി ലൈനുകൾ തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പാലക്കാടുള്ള സാഹചര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ വീടിന് മുകളിലേക്ക് മരം വീണ സ്ഥലത്ത് നിന്നാണ് ഇക്ബാൽ റിപ്പോർട്ട് ചെയ്തത്. വിശദാംശങ്ങൾ അറിഞ്ഞു.